എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ശ്രീ ഋഷിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം. യോഗ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് യോഗാസനാസ്, പ്രാണായാമ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം നമ്മൾ ഇത്തരം പ്രാക്ടീസസിന് സെലക്ട് ചെയ്യേണ്ടത്. വലിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത, നല്ല വൃത്തിയുള്ള, നല്ല എയർ സർക്കുലേഷൻ ഉള്ള ഒരു എൻവയോൺമെൻ്റ് ആകണം യോഗയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ എംപ്റ്റി സ്റ്റൊമക്ക് ആയിരിക്കണം. അതായത് ഒരുപക്ഷെ ചില ആൾക്കാർക്ക് രാവിലെ ഇത്തരം പ്രാക്ടീസസ് ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാകില്ല. ചിലപ്പോൾ വൈകിട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇപ്പോൾ ഫുഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് മിനിമം ഒരു 2 to 3 hours നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ രാവിലെ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്ക് ആയിട്ട് തന്നെ ചെയ്യുക. ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം ആഫ്റ്റർ ഫുഡ് നമ്മൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ നിർബന്ധമായും ഒരു യോഗ മാറ്റ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് എർത്തുമായിട്ട് ഉണ്ടാകാതിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വുഡൻ പ്ലാറ്റ്ഫോമിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യോഗ മാറ്റ് ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ശരിക്കും നമ്മൾ എടുത്ത് വേണം ശരിക്കും യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം അങ്ങനെയുള്ള പ്രാക്ടീസസിൽ ഏർപ്പെടാം. അടുത്ത നമ്മൾ നമ്മുടെ ശരീരത്തെ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് പലപ്പോഴും യോഗയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, യോഗയുടെ ഒരു പെർഫെക്റ്റ് പൊസിഷനിലോട്ട് എത്താനായിട്ട് നമ്മൾ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഡൻസി നമ്മൾ കഴിവതും ഒന്ന് കൺട്രോൾ ചെയ്യുക തുടക്കത്തിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോൾ കാലിൽ ഹോൾഡ് ചെയ്യുക, കാൽ വിരൽ തൊടുക എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷനാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് അത്രയും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് എന്താണ് നീയുടെ താഴെ വരെ മാത്രമേ നമ്മുടെ കൈ എത്തുകയുള്ളൂ. പക്ഷേ നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്ത് ആ കാൽവിരൽ തൊടാനായിട്ടുള്ള എഫേർട്ട് ചിലപ്പോൾ എടുത്തെന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം തുടക്കത്തിൽ നമ്മൾ വളരെ കൺട്രോൾഡ് വേയിൽ ചെയ്യണം. ബിക്കോസ് നമ്മുടെ ശരീരത്തെ അറിഞ്ഞു വേണം നമ്മൾ യോഗ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പരിശീലിക്കാനായിട്ട്. ശരീരം നൽകുന്ന ഒരു സിഗ്നലാണ് പെയിൻ എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്കംഫർട്ടായിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് പോകുമ്പോൾ ശരീരം വേദനയിലൂടെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു അടയാളം നമുക്ക് കാണിച്ചു തരുവാണ്. അപ്പോൾ അതിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. വളരെ കംഫർട്ടബിൾ ലെവലിലുള്ള പ്രാക്ടീസ് ചൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അത് നിങ്ങളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നവരെക്കാളും നിങ്ങൾക്കായിരിക്കും കൂടുതലും അറിയുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലെതർ കോണ്ടാക്റ്റ് മാക്സിമം ഒഴിവാക്കുക. അതായത് വാച്ച്, ബെൽറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കുക. പിന്നെ യോഗ ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പൊസിഷൻ ചെയ്താൽ അതിൻ്റെ കൗണ്ടർ പൊസിഷൻ തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സെൽഫ് പ്രാക്ടീസിലും അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം മനസ്സിൽ കീപ്പ് ചെയ്യണം. പിന്നെ യോഗയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ബ്രീതിങ് പാറ്റേൺ. അത് നമ്മൾ നന്നായി മനസ്സിലാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ബേസിക് ആയിട്ടുള്ള ഒരു ബ്രീതിങ് ലോ നമുക്ക് എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു ബ്രീതിങ് ലോ എന്ന് പറയുന്നത്, ഏതൊരു മൂവ്മെൻറ്റും എർത്തിനോട് അടുത്ത് വരുന്നതാണെങ്കിൽ നമ്മൾ നോർമൽ വേയിൽ എക്സലേഷൻ ആയിരിക്കും ചെയ്യുക. അതുപോലെ എർത്തിന് മേലോട്ടുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻഹെയിൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ കൈ ഉയർത്തി താഴ്ത്തി വരുന്നു, കൈ താഴ്ത്തുന്നു, ആ മൂവ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ബ്രീതിങ് എന്ന് പറയുന്നത് എക്സലേഷൻ ആയിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാല് മേലോട്ട് ലിഫ്റ്റപ്പ് ചെയ്യുന്നു, ഈ പൊസിഷനിൽ കൊടുക്കുന്ന ബ്രീതിങ് എന്ന് പറയുന്നത് ഇൻഹലേഷൻ ആയിരിക്കും. പിന്നെ മിക്കവാറുള്ള ട്വിസ്റ്റസ് എല്ലാം ആ ട്വിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എക്സലേഷൻ ആയിരിക്കും, അതിന് തിരിച്ചു പോരുമ്പോൾ ഇൻഹലേഷൻ ആയിരിക്കും. ഇത് ബേസിക് ആയിട്ടുള്ള ബ്രീതിങ് റൂളാണ്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആസനാസ് ചെയ്യുമ്പോൾ ബ്രീതിങ് പാറ്റേൺ അധികം കൺഫ്യൂഷൻ വരില്ല. പിന്നെ യോഗ ചെയ്ത് കഴിഞ്ഞ് ഉടനെ പോയി കുളിക്കാതിരിക്കുക. നമുക്ക് ഒരു റെസ്റ്റ് വേണം. പിന്നെ എല്ലാ പോസ്റ്റേഴ്സിൻ്റെയും പ്രാക്ടീസ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശവാസന പൊസിഷനിൽ അല്പസമയം റെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാണായാമ സെഷനിലേക്കും മെഡിറ്റേഷനിലേക്കും ഒക്കെ പോകുന്നത്.
വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച്, അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തീർച്ചയായും നിങ്ങളുടെ ഇൻസ്ട്രക്ടറോട് വ്യക്തമായി പറഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ യോഗാസനയിൽ പല പോസ്റ്റേഴ്സും പല പെർട്ടിക്കുലർ അസുഖങ്ങളുള്ളവർക്ക് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുണ്ട്. അതുപോലെ ചില ആസനാസ് ചില അസുഖങ്ങളുള്ളവർക്ക് വളരെയധികം പ്രയോജനപ്രദമായി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾ കൊടുത്താൽ മാത്രമേ അതനുസരിച്ചിട്ട് ആ ഒരു സിസ്റ്റം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് നിങ്ങളുടെ ഇൻസ്ട്രക്ടറിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, മനസ്സിൽ കീപ്പ് ചെയ്യുക, സന്തോഷത്തോടെ പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ശ്രീ ഋഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.